യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചസ് ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ കുറച്ച് സമയം നാം വചനത്താൽ പ്രാർത്ഥിക്കുന്നു, തുടർന്ന് വചനം പങ്കുവെക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെയും ഈ നിമിഷം സമർപ്പിക്കുന്നു. ഈശോയെ സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 3:24-25 വചനത്തിലൂടെയും 1 യോഹന്നാൻ 1:7-ലൂടെയും എഫേഷ്യൻസ് 1:7-ലൂടെയും ഹെബ്രായർ 9:14-ലൂടെയും ഹെബ്രായർ 12:24-ലൂടെയും ഹെബ്രായർ 13:20-21-ലൂടെയും 1 പത്രോസ് 1:18-ലൂടെയും വെളിപാട് 12:11-ലൂടെയും തിരു രക്തം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആബാ പിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7-ലൂടെയും യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താലും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ 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 ഹാലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 10:17-ലൂടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിന്റെ പ്രകാശത്താൽ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാറൂക്ക് 4:1-2 വെളിപാട് 12:1-2-ലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹെബ്രായർ 1:7-ലൂടെ എല്ലാ സ്വർഗീയ ദൂതന്മാരോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവരുടെ പ്രകാശ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു. അവരുടെ പ്രകാശത്താൽ വലയം ചെയ്യുന്ന കൊളോസസ് 2:5-ലൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഈ നിമിഷം സെയിന്റ് ഡോമിനിക്കിനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ലോറൻസിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സെയിന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സെയിന്റ് ആന്റണിയോട് ചേർന്ന് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സെയിന്റ് പീറ്ററിനോട് ചേർന്ന് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സെയിന്റ് ജോണിനോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ ഇന്നേ ദിവസം ഞങ്ങളെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും മധ്യസ്ഥരായിട്ടുള്ള എല്ലാ വിശുദ്ധരോടും ചേർന്ന് സ്തുതിക്കുന്നു. ഞങ്ങൾ കാവൽ മാലാഖരോട് ചേർന്ന് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഏശയ്യാ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107, 20, 21 വചനത്തിലൂടെയും മത്തായി 16:19-ന്റെയും യോഹന്നാൻ 20:23 വചനത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ടും പൗരോഹിത്യ അധികാരത്തിൽ നിന്ന് ശുശ്രൂഷ യോഗ്യതകളോട് ചേർന്നുകൊണ്ടും സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ടും ഈശോയെ ഈ മക്കളിലും ഇവരുടെ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്തരീക്ഷ ശക്തിയെ എഫേസുസ് 2:2, എഫേസുസ് 5:6, ഏശയ്യാ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 വചനത്തിലൂടെ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എഫേഷ്യൻസ് 3:5-ലൂടെ സെഞ്ചുറീസ് ബൈൻഡിങ് സ്പിരിറ്റുകളെ, ഇവരായിരിക്കുന്ന പ്രദേശങ്ങൾ, ഇവരുടെ തലമുറകളിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെയും എഫേഷ്യൻസ് 3:5-ലൂടെയും സങ്കീർത്തനം 51:5-ലൂടെയും 1 പത്രോസ് 1:18-ലൂടെയും യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ് പ്രൈസ് യു ജീസസ്. ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 15:16, എസെക്കിയേൽ 20:7-ലൂടെയും 2 പത്രോസ് 2:14-ലൂടെയും കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളുടെയും ബന്ധങ്ങളിലൂടെയും ശ്രവണങ്ങളിലൂടെയും സ്പർശനങ്ങളിലൂടെയും കടന്നു വരുന്ന
വ്യഭിചാര ദുർഭൂത അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള സ്ലേയിങ് സ്പിരിറ്റുകൾ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, വിദ്വേഷത്തിന്റെ വേരുകളെ മത്തായി 15:13 പിഴുതെറിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഉൽപ്പത്തി 4:5, ഹെബ്രായർ 12:14-15, അപ്പസ്തോലപടി 8:23, സങ്കീർത്തനം 109:3 യേശുനാമത്തിൽ 1 യോഹന്നാൻ 3:12-15 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരത്തിന്റെ അരൂപികളെ, ആത്മപ്രശംസയുടെ, ഔന്നത്യത്തിന്റെ, സെൽഫ് ഗ്ലോറിയുടെ അരൂപികള് ജെറമ്യ 50:30-31 വചനത്തിലൂടെയും, യോഹന്നാൻ 7:17-18 വചനത്തിലൂടെയും, യാക്കോബ് 4:16 യേശുനാമത്തിൽ, ഒബേദ്യ 1:3 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഞങ്ങളുടെ പ്രദേശത്തുള്ള, ഞങ്ങളുടെ ബന്ധുക്കളിൽ, ഞങ്ങളുടെ മിത്രങ്ങളിൽ, ഞങ്ങളുടെ ഇടപഴകുന്ന ജോലി സ്ഥലത്തുള്ള ആരിലെങ്കിലും ഗൂഢാലോചനയുടെ അരൂപികൾ ഉണ്ടെങ്കിൽ ഏശയ്യ 8:10-12 വരെയുള്ള വചനത്തിലൂടെയും, നാഹൂം 1:9-12 വരെ വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. 1 തിമോത്തി 6:10 കൊളോസസ് 3:5 1 തിമോത്തി 6:5 ഈശോയെ ധനമുള്ള ആസക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യോഹന്നാൻ 8:44 1 രാജാക്കന്മാർ 22:22 വെളിപാട് 3:9 നുണയുടെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വ്യർത്ഥഭാഷണത്തിന്റെ അരൂപികളെ എഫേഷ്യൻസ് 5:4 ഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അസൂയയുടെ അരൂപികളെ എസെക്കിയേൽ 8:3 8:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you Jesus, praise you Jesus, praise you Jesus, praise you Jesus. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സാത്താന്റെ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങള്, ചതികള് 2 കൊരിന്തോസ് 11:3 ഉൽപ്പത്തി 3:1 അപ്പസ്തോലന്മാരുടെ 13:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വ്യാജ അടയാളങ്ങളിലൂടെ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെ ഈശോയെ പല വ്യക്തികളിലൂടെ, പല സ്ഥലങ്ങളിലൂടെ, പല പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വരുന്ന അരൂപികള് ഈശോയെ അതിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങളെ 2 കൊരിന്തോസ് 11:14 നിയമാവർത്തനം 13:1-3 വരെയുള്ള വചനത്തിലൂടെയും, മത്തായി 24:24 2 തെസ്സലോനിക്ക 2:9 വെളിപാട് 13:13-14 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പൈശാചിക പ്രബോധനങ്ങളിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അരൂപികളെ വെളിപാട് 2:24 1 തിമോത്തി 4:1-2 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഞങ്ങൾ കാലുകളെ നിയന്ത്രിക്കാതെ അശുദ്ധമായ സ്ഥലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കടന്നു വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള അരൂപികളെ കൂട്ടത്തോടെ ഈശോയെ അതിന്റെ സ്വാധീനങ്ങളെയും അതിൻ്റെതായ എല്ലാ പരിണത ഫലങ്ങളെയും അതിലൂടെ കടന്നു വന്നിട്ടുള്ള പലതരത്തിലുള്ള ബന്ധനങ്ങളെയും ജെറമ്യ 14:10 ഏശയ്യ 59:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധത,
ആശയക്കുഴപ്പം, അതിന്റെ അരൂപികളെ നിയമാവർത്തനം 28 19:14 യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള സർപ്പന്റൈൻ സ്പിരിറ്റ്സിന്റെ സ്വാധീനങ്ങളെ, യേശു ഉദരത്തിൽ അതിന്റെ അംശങ്ങളെ, അതരത്തിലൂടെ കടന്നു വരുന്ന അതിന്റെ സ്വാധീനങ്ങളെ ജോബ് 20:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും റോമ 3:13 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സംഖ്യ 25:2 മുതൽ 3 വരെയുള്ള വചനത്തിലൂടെയും എല്ലാ തരത്തിലും ആസക്തികളുടെ ഉറവിടത്തെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. മായാ ദർശനങ്ങൾ യേശോയെ, അതിന്റെ ചതിയിൽപ്പെടുന്ന എല്ലാ മക്കളുടെ മേലുള്ള സ്വാധീനങ്ങളെ കൊളോസസ് 2:18 യേശുനാമത്തിൽ, കൊളോസസ് 2:23 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വ്യാജ പ്രവചനം, വ്യാജ ദർശനം, അതിലൂടെ തെറ്റായ തീരുമാനങ്ങളിൽ പോലും ചെന്നുപെടാൻ കാരണമാകുന്ന ഈ അരൂപികളെ അപ്പസ്തോല നടപടി 16:16 ജെറമിയ 14:14 ജെറമിയ 27:9-10 വചനത്തിലൂടെയും എസെക്കിയേൽ 22:28 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ എവിടെയെങ്കിലെല്ലാം നടക്കപ്പെടുന്ന എല്ലാ മന്ത്രവാദം, അതിന്റെ സ്വാധീനങ്ങള് ലേവ്യർ 20:27 ലേവ്യർ 19:31 ഏശയ 8:19 നിയമാവർത്തനം 18:10 മുതൽ 12 വരെയുള്ള വചനത്തിലൂടെയും എസെക്കിയേൽ 13:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വ്യർത്ഥങ്ങളായ പ്രാപഞ്ചിക ശക്തിയിലുള്ള സമയങ്ങള്, കാലങ്ങളിലുള്ള അന്ധവിശ്വാസത്തിന്റെ അരൂപികള് ഗലാത്യ 4:9-10 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവന്മാരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് അതരത്തെ അശുദ്ധമാക്കുന്ന അരൂപികളെ ജോഷുവ 23:7-8 വചനത്തിലൂടെയും സങ്കീർത്തനം 16:4 പുറപ്പാട് 23:13 ഹോസിയ 2:17 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലും വിഗ്രഹാരാധനയിലൂടെ കടന്നു വരുന്ന അരൂപികളെ ബാറൂക്ക് 4:7 നിയമാവർത്തനം 32:17 നിയമാവർത്തനം 32:21 1 കൊരിന്തോസ് 10:20 വെളിപാട് 2:20 സങ്കീർത്തനം 106:28 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സൃഷ്ടികളെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന അതിന്റെ സംവിധാനങ്ങളെ, അത് നല്ലതെന്ന് ബോധ്യപ്പെടുത്തുന്ന ചതിയിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അത്തരം അരൂപികളെ നിയമാവർത്തനം 17:3 എസെക്കിയേൽ 8:16 നിയമാവർത്തനം 4:19 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈ ലോകത്തിന്റെ ദേവന്റെ സ്വാധീനങ്ങൾ, അതിലൂടെ കടന്നു വരുന്ന ബുദ്ധിയിലെ അന്ധകാരത്തെ 2 കൊരിന്തോസ് 4:4 ജ്ഞാനം 13:1 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആൾ ദൈവ അരൂപികളെ ജ്ഞാനം 14:15-16 ജ്ഞാനം 14:17 മുതൽ 27 വരെയുള്ള വചനത്തിലൂടെയും അപ്പസ്തോല നടപടി 12:21 മുതൽ 23 വരെയുള്ള വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:3-4 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാ തരത്തിലും വിഷയാസക്തിയുടെ രൂപികള് എസെക്കിയേൽ 23:17 യേശുനാമത്തിൽ
ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഫിലിപ്പിയർ 3:19 റോമ 16:18 ബോധനാസക്തിയുടെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൂയിസൈഡ് സ്പിരിറ്റുകളെ തോബിത്ത് 3:8 മുതൽ 10 വരെ വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. നിദ്രാലസാരൂപികളെ റോമ 11:8 ഏശയ്യ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആൽക്കഹോളിസത്തിന്റെ സ്വാധീനങ്ങൾ, അതിന്റെ സ്പിരിറ്റുകളെ ഏശയ്യ 28:7 ഏശയ്യ 5:15 ഏശയ്യ 5:12 22 ലൂക്ക 21:34 യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹെബ്രായർ 13:9 കൊളോസസ് 2:8 1 തിമോത്തി 6:20-21 പലതരത്തിലുള്ള തത്വചിന്തകളിലൂടെയും പഠനങ്ങളിലൂടെയും കടന്നു വരുന്ന അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. റോമ 5:5 അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാന ചൈതന്യം ജ്ഞാനം 7:7 നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്രിയ 12:10 പ്രാർത്ഥനാ ചൈതന്യവും ദയവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൊളോസസ് 4:3 വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2 ഏശയ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഇന്ന് നാം ധ്യാനിക്കുക യോഹന്നാൻ 9:5 യോഹന്നാൻ 9:5 ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അനുസരണമാണ് പ്രകാശം, അനുസരണക്കേടാണ് അന്ധകാരം. ഈ ഒരു സന്ദേശമാണ് ഈ അന്ധനെ സൗഖ്യപ്പെടുത്തുന്നതിലൂടെ നമുക്ക് നൽകുന്നത്. ഈ അന്ധത എങ്ങനെയാണ് വ്യക്തികളിൽ കടന്നു വരുന്നത്? ചില വ്യക്തികൾക്ക് ഈശോയെ അറിയാത്തത് കൊണ്ട് അന്ധത കടന്നു വരാം. ഈ ലോകത്തിന്റെ ദേവൻ അവരെ അന്ധമാക്കും. അതാണ് 2 കൊറിന്തോസ് 4:4 നാം വായിക്കുന്നത്. 2 കൊരിന്തോസ് 4:4 ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഈ പ്രകാശം ദൃശ്യമല്ലാത്തത് കൊണ്ട് ദൃശ്യമായവയില് അവരുടെ എല്ലാ ശ്രദ്ധയും പെടുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം 13:1 ജ്ഞാനം 13:1 ദൈവത്തെ അറിയാത്തവർ സ്വതേ ഭോഷരാണ്. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. ജ്ഞാനം 13:7 ജ്ഞാനം 13:7 അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. രണ്ടാമത്തെ തരത്തിലുള്ള അന്ധത കടന്നു വരുന്നത് ദൈവത്തെ കുറിച്ച് അറിവുള്ളവരിലാണ്. അതെങ്ങനെയാണ് സംഭവിക്കുക? റോമ 1:21 റോമ 1:21 അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും
വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാവുകയും അണ്ടുപോവുകയും ചെയ്തു. അപ്പാണ് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ഒരു ജീവിതമായി മാറുന്നത്. അതാണ് എഫേഷ്യൻസ് 4:17-18 നാം കാണുന്നത്. എഫേസൂസ് 4:17-18. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത്. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോല നടപടി 13:11. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:11. ഇതാ, കർത്താവിന്റെ കരം ഇപ്പോൾ നിന്റെ മേൽ പതിക്കും, നീ അന്ധനായിത്തീരും. കുറെ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു. തന്നെ കൈക്ക് പിടിച്ച് നയിക്കാൻ അവൻ ആളുകളെ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞു. അതാണ് ഈ അനുസരണക്കേടിലൂടെ അന്ധത വരുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് നിയമാവർത്തനം 28:28 നിയമാവർത്തനം 28:65. നിയമാവർത്തനം 28:28. ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. നിയമാവർത്തനം 28:65. ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമമോ ലഭിക്കുകയില്ല. അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചകിതമാക്കും, കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും, മനസ്സ് ദുഃഖം കൊണ്ട് നിറയും. ഇതെല്ലാം ദൈവത്തെ അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അവർ വചനത്തെ സ്വീകരിച്ച രീതി എങ്ങനെയായിരുന്നു, അതിന്റെ പരിണത ഫലം എന്നാണ്. ഹെബ്രായർ 4:2. ഹെബ്രായർ 4:2. അവർക്കെന്നതുപോലെ തന്നെയാണ് സുവിശേഷം നമുക്കും ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. ലൂക്ക 8:18. ലൂക്ക 8:18. ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ വിചാരിക്കുന്നത് കൂടെയും എടുക്കപ്പെടും. ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ വചനം വസിക്കാത്തൊരു ജീവിതമായി മാറും. ആ വിശ്വാസരാഹിത്യത്തിൽ നിന്ന് വരുന്നതാണ്. അതാണ് യോഹന്നാൻ 5:38 നാം മനസ്സിലാക്കുന്നത്. യോഹന്നാൻ 5:38. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വചനം വസിക്കാത്ത ഹൃദയങ്ങള് കഠിനമായി മാറും. ഹെബ്രായർ 3:8. ഹെബ്രായർ 3:8. ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രലോഭനത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഹെബ്രായർ 4:7. ഹെബ്രായർ 4:7. അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു, ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ ഹൃദയം കഠിനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വചനം കഠിനമായി തോന്നും. വചനം ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരു മനസ്ഥിതി വരും. അങ്ങനെ വചനം കണ്ടാലും അത് കാണാത്ത പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് വരും. അതാണ് ഏശയ്യ 6:9-10 നാം വായിക്കുന്നത്. ഏശയ്യ 6:9-10. അവിടുന്ന് അരുളി ചെയ്തു, പോവുക,
ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. യോഹന്നാൻ 12:40. യോഹന്നാൻ 12:40. അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ എന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. എസെക്കിയേൽ 12:2. എസെക്കിയേൽ 12:2. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല. നിയമാവർത്തനം 29:4. നിയമാവർത്തനം 29:4. എങ്കിലും ഗ്രഹിക്കാൻ ഹൃദയവും കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും കർത്താവ് ഇന്ന് വരെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള അന്ധത വരുന്നത് ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ്. അതാണ് ഹെബ്രായർ 6:4-7 വരെയുള്ള വചനത്തിൽ വായിക്കുന്നത്. ഹെബ്രായർ 6:4-7 വരെ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണുപോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരയക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. ഇവരാണ് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നവര്, അനുഭവിച്ച് ഉപേക്ഷിച്ചു പോകുന്നവര് ആണ് യോഹന്നാൻ 6:60 നാം വായിക്കുന്നത്. യോഹന്നാൻ 6:60. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും? വചനമാണോ കഠിനം, ഹൃദയമാണോ കഠിനം? നാം പലപ്പോഴും പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം എടുത്തിട്ട് പറയും, യോഹന്നാന്റെ സുവിശേഷം വളരെ കഠിനമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയമല്ലേ കഠിനമായിരിക്കുന്നത്? അത് സ്വീകരിക്കാതെ നാം വചനം കഠിനമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെല്ലാം കാരണം നമ്മളിൽ അറിഞ്ഞും നമ്മുടെ അനുവാദത്തോടു കൂടെ കടന്നു വന്നിട്ടുള്ള പല ദുഷ്ടതയുടെ പരിണത ഫലമാണ്. അങ്ങനെ വരുന്നതാണ് ഈ അന്ധത. ചിലപ്പോൾ നമുക്ക് അറിവുണ്ടെന്നും അനുഭവം ഉണ്ടെന്നും ഒക്കെ പറയാം, പക്ഷേ ദുഷ്ടതയുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. അത് ജ്ഞാനം 2:21. ജ്ഞാനം 2:21. അവർ ഇങ്ങനെ ചിന്തിച്ചു, എന്നാൽ അവർക്ക് തെറ്റുപറ്റി, ദുഷ്ടത അവരെ അന്ധരാക്കി. ഈ അന്ധതയിലൂടെ അവര് പ്രകാശത്തെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 3:19-20. യോഹന്നാൻ 3:19-20 വചനങ്ങൾ. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവർത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. ആമോസ് 5:10. ആമോസ് 5:10. നഗരകവാടത്തിൽ ന്യായം വിധിക്കുന്നവരെ അവർ ദ്വേഷിക്കുന്നു, സത്യം പറയുന്നവരെ അവർ ജുഗുപ്സയോടെ നോക്കുന്നു.
ജോബ് 24:13. ജോബ് 24:13. പ്രകാശത്തിന്റെ വഴി പരിചരിക്കുകയോ അതിൽ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്നവരുണ്ട്. ഈ എതിർക്കുന്നവര് എത്തിപ്പെടുന്നത് വലിയൊരു അന്ധകാരത്തിലേക്കാണ്. അതിനെക്കുറിച്ചാണ് യൂദ 6:7 നാം വായിക്കുന്നത്. യൂദ 6:7. സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ചു കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുമെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറയെയും അവയെ അനുകരിച്ച് ബോഹാസക്തിയിലും വ്യഭിചാരത്തിലും മുഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. ഈ അനുഭവിച്ച് ഉപേക്ഷിക്കുന്നവര് മിക്കപ്പോഴും ലോകത്തിന്റെ ആസക്തികള്, ലോകാരൂപിയാണ് ഇവരെ ഇതിൽ നിന്ന് മാറ്റുന്നത്. അതാണ് 2 തിമോത്തി 4:10 നാം മനസ്സിലാക്കുന്നത്. 2 തിമോത്തി 4:10. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. ക്രിസ്കസ് ഗലാത്യയിലേക്കും തീത്തോസ് ദൽമാത്യയിലേക്കും പോയി കഴിഞ്ഞു. യാക്കോബ് 4:4. യാക്കോബ് 4:4. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാക്കുന്നു. റോമ 8:7. റോമ 8:7. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. അങ്ങനെ ഈ ലോകാരൂപിയോട് താതാത്മ്യപ്പെട്ടു പോകുമ്പോഴാണ് ഈ പ്രകാശമെല്ലാം മങ്ങിപ്പോകുന്നത്. ജ്ഞാനം 4:12. ജ്ഞാനം 4:12. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. വിലാപങ്ങൾ 4:1. വിലാപങ്ങൾ 4:1. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം അത് ബന്ധങ്ങളെയും സ്വാധീനിക്കും. 1 യോഹന്നാൻ 2:9 വരെയുള്ള വചനങ്ങൾ. 1 യോഹന്നാൻ 2:9 വരെ വചനങ്ങൾ. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. 1 യോഹന്നാൻ 1:6. 1 യോഹന്നാൻ 1:6. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. ഈ 3 അന്ധതയുടെ അവസ്ഥകളിൽ പെടാതെ പ്രകാശത്തെ അറിയുകയും പ്രകാശത്തെ അനുഭവിക്കുകയും പ്രകാശത്തെ പങ്കുവെക്കുകയാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ദൗത്യം. ദൈവം പ്രകാശമാണ്. 1 തിമോത്തി 6:16. 1 തിമോത്തി 6:16. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തേക്കുള്ളതാണ്. ആമേൻ. ഈ പ്രകാശത്തെയാണ് ഈശോ നമുക്ക് പകർന്നു തരുന്നത്, ആ വഴിയിലൂടെ നമ്മെ നടത്തുന്നത്. യോഹന്നാൻ 8:12.
യോഹന്നാൻ 8:12. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. യോഹന്നാൻ 12:46. യോഹന്നാൻ 12:46. എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോഴാണ് നാം ഈ പ്രകാശത്തെ അറിയുന്നവരായി മാറുന്നത്, ദൈവം പ്രകാശമാണെന്നുള്ള അറിവിലേക്ക് വളരുന്നത്. 1 യോഹന്നാൻ 1:5. 1 യോഹന്നാൻ 1:5. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. സങ്കീർത്തനം 27:1. സങ്കീർത്തനം 27:1. കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? ഈ പ്രകാശത്തിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. ബാറൂക്ക് 5:9. ബാറൂക്ക് 5:9. തന്നിൽ നിന്ന് വരുന്ന നീതിയും കാരുണ്യവും കൊണ്ട് ദൈവം സന്തോഷപൂർവം ഇസ്രായേലിനെ തന്റെ മഹത്വത്തിന്റെ പ്രകാശത്തിൽ നയിക്കും. അവിടുത്തെ കാരുണ്യവും നീതിയും അവർക്ക് അഴകമ്പടി സേവിക്കും. കാരണം ഈ ലോകത്തിന്റെ പ്രകാശം ഈശോ ആണ്. ഏശയ്യ 49:6. യേശയ്യ 49:6. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എന്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമായി മാറുന്നത്. അപ്പസ്തോല നടപടി 13:47. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:47. കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതിയർക്ക് ഒരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശമാണ് നൽകപ്പെടുന്നത്. ലൂക്ക 2:32. ലൂക്ക 2:32. അത് വിജാതിയർക്ക് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ്. ഇതിനെല്ലാം നമ്മുടെ ആന്തരിക നേത്രം പ്രകാശിപ്പിക്കപ്പെടണം. എഫേഷ്യൻസ് 1:18. എഫെസോസ് 1:18. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് കർത്താവിൽ നിന്ന് കാഴ്ച ലഭിക്കുന്നതിനും കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും അവിടുത്തോട് വാങ്ങുക എന്ന് വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വചനത്തിൽ നാം വായിക്കുന്നത്. വെളിപാട് 3:18. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കേണ്ടതിന് ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഈ പ്രകാശം നമ്മുടെ സമീപത്തുണ്ട്. ഹൃദയം കഠിനമാക്കാതിരുന്നു കഴിഞ്ഞാല്, സ്നേഹത്തോടും താല്പര്യത്തോടും തീവ്ര അഭിലാഷത്തോടും കൂടി അതിനെ സമീപിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രകാശമായി മാറും. അതാണ് സങ്കീർത്തനം 119:105. സങ്കീർത്തനങ്ങൾ 119:105. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്.
ഈ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ഒരു നീക്കമുണ്ട്. സാത്താന്റെ രാജ്യത്തിൽ നിന്ന് ഈശോയുടെ രാജ്യത്തിന്റെ സ്വന്തമാകുന്ന ഒരു അവസ്ഥ ആണ് കൊളോസോസ് 1:13. കൊളോസോസ് 1:13. അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഇങ്ങനെ ഒരു ജീവിതം, പ്രകാശത്തിലായിരിക്കുന്ന ഒരു ജീവിതത്തിന്റെ ശുശ്രൂഷയാണ് നമുക്ക് അപ്പസ്തോല നടപടി 26:18 കാണാൻ സാധിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:18. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ഇതിന് നമുക്ക് ഏറ്റവും വലിയ പ്രകാശത്തിനായി മാതൃക ആയിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ മാതാവാണ്. അവിടുത്തെ പ്രകാശം അതുപോലെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാറൂക്ക് 4:1-2. ബാറൂക്ക് 4:1-2. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. വെളിപാട് 12:1-2. വെളിപാട് 12:1-2 വചനങ്ങൾ. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു, പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഇതുപോലെ തന്നെ ഈ പ്രകാശത്തിന്റെ ജീവിതത്തിന് സ്വർഗീയ ദൂതന്മാര് നമ്മോടൊപ്പം ഉണ്ട്. ഹെബ്രായർ 1:7. ഹെബ്രായർ 1:7. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രകാശത്തിൽ ജീവിച്ച് പ്രകാശമായി തേജസ്സായി ഇപ്പോഴും സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരുണ്ട്. പല തട്ടുകളിലായിട്ടുള്ള വിശുദ്ധരുണ്ട്. അവരും നമുക്കൊരു മാതൃകയും മധ്യസ്ഥരുമാണ്. 1 കൊരിന്തോസ് 15:40-41. 1 കൊരിന്തോസ് 15:40-41 തിരുവചനങ്ങൾ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഈ പ്രകാശത്തിലേക്ക് നോക്കി ജീവിക്കുമ്പോൾ നമ്മിൽ എന്ത് സംഭവിക്കും എന്ന് സങ്കീർത്തനം 34:5 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തനങ്ങൾ 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ രജിതരാവുകയില്ല. 2 പത്രോസ് 1:19. 2 പത്രോസ് 1:19. ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. യോഹന്നാൻ 1:5-9. യോഹന്നാൻ 1:5.
ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. യോഹന്നാൻ 1:9. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലോകത്തിലേക്ക് വന്ന ആ പ്രകാശം നമ്മിൽ വന്നാൽ എന്ത് സംഭവിക്കും? 1 യോഹന്നാൻ 2:8. 1 യോഹന്നാൻ 2:8. എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെ കുറിച്ചാണ്. അതവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിയുമ്പോഴാണ് പൗലോസ്ലീഹ പറയുന്ന കാര്യം നമ്മളിലും സംഭവിക്കുക. 1 കൊരിന്തോസ് 13:10. 1 കൊരിന്തോസ് 13:10. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. അങ്ങനെ പ്രകാശം നമ്മളിൽ പൂർണ്ണമായി വസിക്കാൻ തുടങ്ങുമ്പോൾ ഇരുട്ട് വഴി മാറുകയും ഒരു തിന്മയും ബലപ്പെടുകയില്ല. അതാണ് ജ്ഞാനം 7:30 നാം വായിക്കുന്നത്. ജ്ഞാനം 7:30. പ്രകാശം ഇരുട്ടിന് വഴി മാറുന്നു, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം 18:3-4. ജ്ഞാനം 18:3-4 തിരുവചനങ്ങൾ. അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നിസ്തംഭത്താൽ അങ്ങ് വഴികാട്ടി. അവരുടെ പ്രതീക്ഷ നിർഭരമായ കുടിയേറ്റത്തിൽ അതവർക്ക് പ്രശാന്തശൂന്യരായിരുന്നു. ആരിലൂടെ ലോകമെങ്ങും നിയമത്തിന്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നോ ആ മക്കളെ ബന്ധനസ്ഥരാക്കി അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിന്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത് അവർ അർഹിക്കുന്നത് തന്നെ. പ്രകാശത്തിലേക്ക് നയിക്കുന്ന യേശുക്രിസ്തു നമ്മെ നോക്കിയിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്നാണ്. മത്തായി 5:14. മത്തായി 5:14. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. എങ്ങനെയാണ് ലോകത്തിന്റെ പ്രകാശം ആകേണ്ടെന്ന് പൗലോസ്ലിയ നമുക്ക് ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-ാം വചനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഫിലിപ്പി 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ദാനിയേൽ പ്രവാചകൻ ഇങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് ഒരു വളരെ സുന്ദരമായ ഒരു വചനം നമ്മൾ ഹൃദയത്തിൽ ഏറ്റവും നിധിയായി സൂക്ഷിച്ച് വചനം സ്വീകരിച്ച് വചനം പങ്കുവെച്ച് ജീവിക്കാൻ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു വചനമുണ്ട്. അതാണ് ദാനിയേൽ 12:3. ദാനിയേൽ 12:3. ജ്ഞാനികൾ ആകാശവിധാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും പ്രകാശിക്കും. Praise the Lord. Praise the Lord.